Hello, Assalamu alaikum. Welcome back to our channel Iris Food and Craft. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. മൈദാമാവോ ഗോതമ്പ് മാവോ ഒന്നും വെച്ചിട്ടല്ല. ഞാനിന്ന് ഇഡലി മാവ് വെച്ചിട്ടാണ് ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന് നമ്മൾ മാവ് ആട്ടിയെടുക്കുകയൊന്നും വേണ്ട. നമ്മളിപ്പോൾ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ മാവ് എന്തായാലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കും, അരച്ചെടുക്കും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഉപ്പും സോഡാപ്പൊടിയും ഒന്നും ചേർക്കാണ്ട് കുറച്ച് മാവെടുത്ത്, അതായത് ഒരു 2 ഗ്ലാസ് മാവെടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഒരു ചോക്ലേറ്റ് കേക്കോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് പറയാം കേട്ടോ. അപ്പം ഞാൻ ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ഗ്ലാസ് ദോശമാവ് അല്ലെങ്കിൽ ഇഡലി മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഒരു 8 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ മാവ് എടുത്തത് ഒത്തിരി അങ്ങ് തിക്കായിട്ടും അല്ല, ഒത്തിരി ലൂസായിട്ടും അല്ല. മാവ് കുറച്ച് നമ്മൾ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ എടുക്കുമല്ലോ, ആ ഒരു ടൈപ്പിലാണ് നമ്മൾ മാവ് എടുക്കേണ്ടത്. ഇതിനായിട്ട് ഞാൻ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറുമാണ്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ കേക്കിന് ഞാൻ ബട്ടറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ആദ്യത്തെ വാനില കേക്കിൽ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ബട്ടറിന്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഇട്ട് ഓവർ മിക്സ് പാടില്ല കേട്ടോ. ലാസ്റ്റിക്ക് ആകുമ്പോഴത്തേക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇതേപോലെ ഒരു പഴയ ഒരു ചീനച്ചട്ടിയിലാണ്, നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ചീനച്ചട്ടിയിലാണ്. ഉപ്പൊന്നും ഞാൻ ഇടുന്നില്ല, ഉപ്പോ മണ്ണോ ഒന്നും ഞാൻ അതിൽ ഇടുന്നില്ല. ഇതേപോലെ ഒരു സ്റ്റാൻഡ് വെക്കുക. എന്നിട്ട് നമ്മൾ കേക്ക് ടിന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു പാത്രമാണ് കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇച്ചിരി ഓയിൽ കൊണ്ടൊന്ന് തടവി എടുക്കുക. ഇപ്പോൾ ഓയിലിട്ട് ഞാൻ നന്നായിട്ടൊന്ന് തടവി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ ഇതിൻ്റെ അളവിന് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ബട്ടർ പേപ്പർ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കേക്കിൻ്റെ പാത്രം ഞാൻ ഇതിലേക്ക് ചീനച്ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡിൻ്റെ മണ്ടയിലേക്ക് വെക്കുക. ഞാനിപ്പോൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ചീനച്ചട്ടിയൊന്നും കംപ്ലൈൻറ്റ് ആവത്തില്ല. ഇനിയിപ്പോൾ നല്ല ചീനച്ചട്ടി വെച്ചാലും കംപ്ലൈൻറ്റ് ആവത്തൊന്നുമില്ല. ഞാൻ പഴയ ചീനച്ചട്ടി ഉള്ളതുകൊണ്ട് എടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഒരു മൂടി വെച്ച് ഞാൻ അടച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മണ്ടയിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. നമുക്കൊരു 30 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കണം. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക്
ഇച്ചിരി പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റും കൂടി ഇത് ഇരുന്ന് വേവണം. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇതിലൊന്നും ഒട്ടുന്നില്ല. അപ്പോൾ റെഡി ആയി എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം തയ്യാറാക്കുകയാണ്. അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാല് വേണമെന്ന്, ആ പാല് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇത് നമ്മൾ അടുപ്പിൽ ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമ്മളിത് ചെയ്യണ്ട. അപ്പോൾ നന്നായിട്ട് കട്ടയൊക്കെ നല്ല മാറി കിട്ടിയിട്ടുണ്ട്. ഇത് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഒരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഇടിപ്പിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ കേക്കിൽ ചോക്ലേറ്റ് ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡലി മാവ് കൊണ്ടുള്ള ചോക്ലേറ്റ് കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നതിന് വരെ താങ്ക് യു.